മാറ്റിനി ഇത്ര വേഗം കഴിഞ്ഞോ? മാറ്റിനി കഴിഞ്ഞൊന്നുമല്ല, വിറ്റ് കണ്ടു കഴിഞ്ഞപ്പോ ആളിറങ്ങി പോകുന്ന വൃത്തിയേട്ടവന്മാര്. എന്നാ യുവമാർക്ക് നല്ല സിനിമ കാണണം എന്നുള്ളതല്ല. എനിക്കും കൂടെ ഇന്ന് തന്നെ ബിറ്റ് കാണാനുള്ള ഏർപ്പാടുണ്ടാക്കി തരൂ. വൃത്തി കെട്ടവാ. പാപ്പിച്ചേട്ടോ, എല്ലാ സാൻകുട്ടിയാ ഇക്കള് കൂട്ടി മണ്ണങ്ങനെണ്ടാ പെണ്ണുകൊള്ളാം. പ്രിന്റ് കുഴപ്പമില്ല. എത്ര വിറ്റുണ്ട്? വിറ്റൊക്കെ നനയ്ക്കാൻ ആവശ്യത്തിന് തരാവിടെ. എവിടെ നിന്ന് കിട്ടി ഈ കോന്തപ്പനെ? കോന്തപ്പനല്ല, എന്റെ കൂട്ടുകാരനാ. റെപ്രസെന്റേറ്റീവ് പണി പഠിക്കാൻ കൂടിയിരിക്കാ. ഇത് പാപ്പിച്ചേട്ടൻ, ഓപ്പറേറ്റർ. ഇത് കൃഷ്ണൻകുട്ടി. ഹലോ. നീ ചുറ്റടാ. ഈ ചേട്ടനാണ് ബിറ്റ് ഓടിക്കുന്നത്. അല്ല, വേഷം കണ്ടപ്പോഴേ മനസ്സിലായി. ചേട്ടാ, ഞാൻ ഈ ദ്വാരത്തിൽ കൂടെ ഒന്ന് സിനിമ കണ്ടോട്ടെ. ദ്വാരത്തിൽ കൂടെ സിനിമ ഉണ്ടോ? പക്ഷെ അവിടെ ഇവിടെ ഒന്ന് കയറി പിടിക്കില്ല കേട്ടാ. കണ്ട, ഇത് തനി നാട്ടുമ്പോഴാണല്ലോ. മാറ്റിനി കഴിയാറായി. ഇതിൽ ആശ്രയില്ലാണ്ടാ ഇപ്പൊ കഴിയും. നമ്മുടെ ആ ദാക്ഷാനിച്ചെടുത്ത മോളില്ലേ ലീല, അവളിപ്പോ വരാറില്ലേ? നമ്മളെ രാവണമൂസിലെ മത്തായി അവന്റെ കീപ്പ സുഖായിരിക്കുന്നു. എന്താണ് ഇത്? ചന്തയല്ല കേട്ടാ. കൊണ്ടപ്പോ എന്നാ ഞാൻ ഭക്ഷണക്ക് വരാം. നീ ഇങ്ങോട്ട് വന്ന് ഞങ്ങളാ മാനേജർ ഒന്ന് കണ്ടിട്ട് വരാം. അയ്യോ, നീ കൊണ്ട് നടക്കണം. അങ്ങനെ നക്കണ്ട കേട്ടാ. നല്ല ആളിന്റെ അടുത്താ പണി പഠിക്കാൻ വന്നിരിക്കുന്നേ. കൊമ്പനാനയുടെ അച്ഛന് അണ്ടർവെയർ ഇടിപ്പിക്കുന്നവനാ ഇവൻ. ചേട്ടൻ എന്നെ കുറിച്ച് നാട്ടിലൊന്ന് അന്വേഷിച്ചു നോക്ക്. ഒരു ഇലക്ഷന് നിന്നാ പുഷ്പം പോലെ ജയിച്ചു പോരും. അത്രയ്ക്ക് നല്ല പേരാ എനിക്ക് അവിടെ. അല്ലടാ ഗോപി? പിന്നെ ഇവനേക്കാൾ എനിക്ക് നാട്ടിൽ ഭയങ്കര പേരാ. രണ്ടിനെയും കണ്ടിട്ട് പാച്ചുവും ഗോപാലിനും പോലെ ഉണ്ടല്ലോ. ഫോട്ടോ കാർഡ്സ് ഒന്നും കൊണ്ടുവന്നില്ലേ? ആ പെട്ടിക്കകത്തുണ്ട്. അതവിടെ വെച്ചോണ്ടിരിക്കുക. അതുകൊണ്ടൊന്നും ഇവിടെ തൂക്ക്, നാലാള് കാണട്ടെ. എന്താണ് ചായ കുടിക്കാൻ വരുന്നു? ഈ സമയത്ത് ആരെങ്കിലും ചായ കുടിക്കുവോ? എന്നാ ചായ അടിക്കാൻ നിന്റെ കാശുണ്ടോ? കാശ് ഇല്ല. നീ വാടാ. ഞങ്ങൾ ആ ഫോട്ടോ കാർഡ്സ് എടുത്ത് തൂക്കട്ടെ. വാ. എന്താ പറയുന്നത്? ഈ നോട്ടുകളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ വന്നു. ഇതിലെന്തോ ഗുരുമാലുണ്ട്. നമുക്കിത് ഉടനെ ഇവിടെ നിന്ന് മാറ്റണം. പാപ്പിച്ചേട്ടനോ മറ്റാ കണ്ടാലോ? അമ്മമാര് ചായ കുടിച്ച് വരുന്നതിന് മുമ്പേ നോക്കി പെട്ടി ഇവിടെ മാറ്റണം. എങ്ങോട്ട് കൊണ്ടുപോകാനാ? ഈ തിയേറ്ററിന്റെ പുറയിൽ റെപ്രസെന്റേറ്റീവ്സും കിടക്കാനുള്ള ഒരു മുറിയുണ്ട്. നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. ഇത് ഒറിജിനൽ നോട്ടാണോ കള്ള നോട്ടാണോ? ഇത് ഒറിജിനലാ. കള്ളനോട്ടാണെങ്കിൽ എല്ലാം പുതിയതായിരിക്കും. ഇതെങ്ങനെ ഇതിന്റെ അകത്ത് വന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ പറയട്ടെ, ഇത് റിസർവ് ബാങ്കിൽ നിന്ന് ഏതെങ്കിലും ബാങ്കിലോട്ട് കൊണ്ടുപോകുന്ന വഴി പെട്ടി മാറിപ്പോയതായിരിക്കും. ഒന്ന് പോടാടുന്നു. റിസർവ് ബാങ്കിൽ നിന്ന് ഫിലിംപെട്ടിക്കകത്തല്ലേ നോട്ട് കൊണ്ടുപോകുന്നു. കൃഷ്ണക്കണിയാർ എഴുതി വെച്ച എത്ര ശരിയാ? എന്താ? എനിക്കിപ്പോ ശുക്രദശയാണെന്ന്. കൃഷ്ണക്കണിയാർ എഴുതി വെക്കാത്തൊരു കാര്യം കൂടിയുണ്ട്. എനിക്ക് കണ്ടകശനിയാണെന്ന്. എടാ, ഇത് കള്ളപ്പണമായിരിക്കും. പെട്ടി മാറിപ്പോയതാകാനാണ് സാധ്യത. ആ ബസിന്റെ മുകളിൽ വേറെ വല്ല ഫിലിം പെട്ടി ഉണ്ടായിരുന്നോ? ശരിയാണ്, ആ ബസിന്റെ മുകളിൽ വേറൊരു ഫിലിം പെട്ടി കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടി മാറി തന്നെ. നമ്മുടെ ഇക്ലിയൂട്ടും പെണ്ണ് അവന്മാർക്ക് കിട്ടും. അപ്പൊ നാളെ ഇക്ലിയൂട്ടും പെണ്ണെങ്ങനെ കളിക്കും? ഞാനാണെങ്കിൽ അത് ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അതാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം. അല്ല, അവന്മാർ ഈ പെട്ടിക്ക് വേണ്ടി ഈ റൂട്ടിലുള്ള തിയേറ്ററുകൾ മുഴുവൻ കയറി ഇറങ്ങുന്നുണ്ടാവും.
ഇവിടെയും വരാതിരിക്കില്ല. അയ്യോ, ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് പുറത്തിറങ്ങി അന്തരീക്ഷമൊക്കെ നോക്കിയിട്ട് വരാം. വാ. പണത്തിന്റെ ആൾക്കാരെന്ന് തോന്നുന്ന ആരെയും കാണുന്നില്ലല്ലോ. നിനക്കെന്താ ഇടികൊള്ളാൻ ധൃതിയായി? ഇത് അവന്മാരാണോ എന്ന് എനിക്കൊരു സംശയം. എങ്കിലും അവന്മാരുടെ ഇക്കളിയൂട്ടും പെണ്ണ് കണ്ടേ. നീ ഒന്നും മിണ്ടാ നിന്നേ. ഷോ തുടങ്ങിയിട്ട് അധികം നേരം ഇല്ല ഇല്ല, ഇപ്പൊ തുടങ്ങിയുള്ളൂ. ടെൻഷൻ സീനൊക്കെ കഴിഞ്ഞാണ്. വാ. ടെൻഷൻ മുഴുവൻ ബാക്കിയുള്ളവന്റെ നെഞ്ചിലാ. നമുക്കിനി ഇവിടെ നിൽക്കണ്ട. ഈ പടത്തിന്റെ റെപ്രസെന്റേറ്റീവ് അങ്ങനെ അങ്ങോട്ട് വന്ന ആകെ കുഴപ്പോ. വാ, നമുക്ക് അങ്ങോട്ടിയല്ല. അല്ലെങ്കിൽ നമുക്കിതും കൊണ്ട് മുങ്ങിയാലോ? ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. സമയം വൈകുന്തോറും പുലിവാലാണ്. അവർ ഇക്കളിയൂട്ടും പെണ്ണിന്റെ പ്രിന്റ് അന്വേഷിച്ചു തുടങ്ങും. ഈ ഫിലിം പെട്ടിയും കൊണ്ട് ഇവിടുന്ന് എങ്ങനെ മുങ്ങും? അതാണിപ്പോ. നീ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. നീ എവിടെ പോകും? എന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ കൂടെ വരാം. ഞാനൊരു ചാക്കോ സഞ്ചോ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. നേരെ ഇരുട്ടി കഴിഞ്ഞ് നമുക്ക് ഇത് മുഴുവൻ അതിന്റെ അകത്താക്കിയിട്ട് എങ്ങനെയെങ്കിലും പുറത്ത് കിടത്താം. എന്നാ ഒരു ലെതർ ബാഗ് സംഘടിപ്പിക്കുക. ഇത്രയും നോട്ടില്ലേ? കഥ അടച്ചോ. ഞാൻ വന്ന് 3 പ്രാവശ്യം മുട്ടിയിട്ട് തുറന്നാ മതി. അല്ല, അപ്പോ വേറെ ആരെങ്കിലും വന്ന് 3 പ്രാവശ്യം മുട്ടിയാലോ? എന്നാ ഞാൻ 4 പ്രാവശ്യം മുട്ടാ പോരെ? അത് മതി. 4 പ്രാവശ്യം ഈ കാലത്ത് ആരും മുട്ടാറില്ല. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. ആരാ? ഗോപിയോ? അതെ, കുന്നത്ത് തറവാട്ടിലെ ഗോപിനാഥ മേനോൻ. ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഈ വീടിനും വസ്തുവിനും വേണ്ടി അമ്മാവനോട് കേസ് പറയുന്ന കുന്നത്ത് അച്യുത മേനോന്റെ മകൻ ഗോപി. ഇനിയും മനസ്സിലായില്ലെന്നുണ്ടോ? എന്താ നിന്റെ ഉദ്ദേശം? എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? അത് കൊള്ളാം. പുവർമാൻ, എനിക്ക് അവകാശപ്പെട്ട എന്റെ മുറപ്പെണ്ണിനെ കൊണ്ടുപോകാൻ, നിങ്ങളുടെ മകളെ വെഞ്ചാമര തൊട്ടിലിട്ടാട്ടാനും പട്ടുമെത്തയിൽ കിടത്തി ഉറക്കാനും കഴിവുള്ളവനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വാടകയ്ക്കെടുത്ത വലിയൊരു കാറും നിന്റെ ഈ വേഷവും കണ്ട് നീ വലിയ പണക്കാരനായി ഞാൻ വിശ്വസിക്കണം. ഇറങ്ങി പോടാ. പോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ തനിച്ചായിരിക്കില്ല പോകുന്നത്. പോകുമ്പോൾ എന്നോടൊപ്പം ഒരാൾ കൂടി ഉണ്ടാകും. എന്റെ സരിത. സരിതേ, നീ വരുന്നുണ്ടോ? നിന്റെ ഗോപിയറ്റാണ് വിളിക്കുന്നത്. ഒരു കാലി എയർ ബാഗ് കൂടെ എടുത്തോളൂ. ഞാനാണ് വിളിക്കുന്നത്. യു ഗെറ്റ് ഔട്ട്. അമ്മാവാ, ഞാൻ മറ്റൊരു രജനീകാന്ത് ആകും. എന്നാ ഞാൻ നീ എന്താണ് തുറക്കാൻ ഇത്ര താമസിച്ചത്? അതെ, ഞാൻ സരിതയെ വിളിച്ചോണ്ട് അമ്മാവന്റെ വീട്ടില് ഫോറിൻ കാറിൽ പോയി എന്ന് ഒരു സ്വപ്നം കണ്ടു. പൈസ കൈ കിട്ടുന്നതിന് മുമ്പ് അവൻ സ്വപ്നം കണ്ട് തുടങ്ങി. ഈ പാണ്ടം ചാക്ക് എന്തിനാ? ഗോതമ്പ് കൊണ്ടുപോകാനാ? നീ അത് മുഴുവൻ പിറക്കി ഇതിന്റെ അകത്തെടുത്തിട്ട്. വിലകളെ സമയത്ത് ആരാ മിണ്ടല്ലേ? അടക്കി പിടിക്ക്, പിന്നെ തുമ്മ. ഇപ്പൊ കളിക്കുന്ന പടത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണെന്ന് തോന്നുന്നു. അയാൾക്ക് വല്ല സംശയം തോന്നി കാണും. സംശയം തോന്നിയാലും ഇല്ലെങ്കിലും അയാൾ ഇനി വരുന്നതിന് മുമ്പേ നമുക്ക് ഇവിടെ നിർത്ത് മാറ്റണം. എങ്കിൽ ഇപ്പൊ തന്നെ കൊണ്ടുപോകാം. ഇപ്പൊ കൊണ്ടുപോയി എല്ലാവരും കാണും. നമുക്ക് ആ പുറയിലുള്ള കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച് വെക്കാം. സെക്കൻഡ് ഷോ കഴിഞ്ഞ് എല്ലാവരും പോയിട്ട് വന്ന് എടുത്തോണ്ട് പോവാം. ഞാൻ എടുത്തോളാം. വേണ്ട, നീ ആ പെട്ടി എടുത്തോ. അതെന്തിനാ? അതിവിടെ വെക്കണ്ട, നമുക്ക് ഇവിടുന്ന് മാറ്റി വേറെ എവിടെങ്കിലും വെക്കാം. ആ പെട്ടി അവിടെ ഇവിടെയും തട്ടി ഒച്ച ഉണ്ടാക്കരുത്.
ഈ മൂത്രപ്പരക്ക് എന്തൊരു നാറ്റം. മൂത്രപ്പരക്ക് മൂത്രത്തിന്റെ നാറ്റം അല്ലാണ്ട് പിന്നെ പെർഫ്യൂമിന്റെ മണം ഉണ്ടാവും. നീ വാ. നമുക്കിവിടെ ഒളിപ്പിച്ചു നോക്കാം. ഇതങ്ങോട്ടങ്ങ് കള. ആരെങ്കിലും വന്ന് എടുത്തോണ്ട് പോവോ? ഈ രാത്രി ഇനി ഇവിടെ ആര് വരാനാ? എന്നാലും സെക്കൻഡ് ഷോ കഴിയുന്നവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്താലോ? അത് വേണ്ട, ഇവിടെ ഈ പ്രേതമൊക്കെ ഉള്ള സ്ഥലമാണ്. ചത്തു കഴിഞ്ഞ് പിന്നെ പണം കിട്ടിയിട്ട് എന്താ കാര്യം? എന്നാ പിന്നെ ഇത് കൊണ്ടുവയ്ക്കുന്നതിന് മുമ്പ് പറയണ്ടേ? എനിക്കാണെങ്കിൽ ഈ പ്രേതങ്ങളെ കാണുന്ന പോലും ഇഷ്ടമല്ല. അല്ല, എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. അയ്യോ, ഇത്രയും നേരം നമ്മൾ എവിടെ പോവും? എനിക്ക് വല്ലാതെ വിശക്കുന്നു. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഇവിടെ അടുത്ത് നല്ല തുണിക്കട വല്ലതും ഉണ്ടോ? നീ എന്നു പോലാണ് തുണിയെന്ന് തുടങ്ങിയത്? അതല്ല, എനിക്ക് രണ്ടുമൂന്ന് നല്ല ഷർട്ടും പാന്റും എടുക്കാനാ. അങ്ങനെ നമ്മൾ ഇന്ന് തന്നെ പോവല്ലേ? നമുക്കൊന്ന് കറങ്ങിട്ട് വരാളിയാ. പൈസ ഉണ്ടായില്ല. Shootings and shootings from Zodiac. Dynamic, versatile, exquisite, fashionable, attractive. Zodiac. Zodiac men's wear. Zodiac. ആ ഷർട്ട് എനിക്ക് എങ്ങനെ ഉണ്ടാവും? ഇണങ്ങും. രണ്ടുപേർക്കും ഒരേ ഫേസ് കട്ടാണല്ലോ. പോടാ അവിടുന്ന്. അത്രയ്ക്ക് സൗന്ദര്യമൊന്നും എനിക്കില്ല. അയ്യടാ. അല്ലെങ്കിൽ ഒരു ജുബ്ബ വാങ്ങിയാലോ? അല്ല, ജുബ്ബക്ക് കലാകാരൻ. ഒരു 12 രൂപ കൂടുതലുണ്ട്. ശരി, ഞാൻ പിന്നെ ഒന്ന് വാങ്ങിച്ചോളാം. റിസർവ് ബാങ്കിൽ നിന്ന്. റിസർവ് ബാങ്കിൽ നിന്ന്? എടാ കള്ള, പെരുങ്കള്ള, നിന്നൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂല. എത്ര എടുത്തടാ? ഒരു കെട്ട. ഓ എടാ, ലക്ഷക്കണക്കിന് രൂപ ഇരിക്കുന്നത്. ഉണക്ക മീനും വെച്ച് പൂച്ച എത്ര നേരം പറഞ്ഞാ നോക്കിയിരിക്കുന്നത്. ആവശ്യത്തിനുള്ളതാ പണം. എന്നാ പിടിച്ചോ, 50-50. എന്നാലും നിനക്ക് എന്നോടൊന്നും പറഞ്ഞിട്ട് ചെയ്യാൻ ഞാൻ നിന്നെ പറ്റിക്കാനായിരുന്നെങ്കിൽ ഇത് കാണിക്കായിരുന്നാ പോരെ. എനിക്ക് വല്ലാത്ത വിശപ്പ്. നമുക്ക് വിശാലമായിട്ട് എന്തെങ്കിലും കഴിക്കണം. നല്ല ചിക്കൻ, മട്ടൻ, വത്സൻ, സുഖിയൻ, ബനാന, പൂരി, തന്തൂരി, ഫ്രൂട്ട് സാലഡ്, ജിഞ്ചർ ചിക്കൻ. കൊതിപ്പിക്കല്ലേ? വാ. ആ പെട്ടിയും കെടുത്തുണ്ടോ? ഹലോ, മാനേജരോടെ പുറത്തു പോയിരിക്കും. ഇപ്പൊ വരും. ഇരിക്കും. ഒന്നും മതിയാക്കട. കുറെ നേരമായിലിരുന്ന് വെട്ടി വിഴുങ്ങുന്നു. നിനക്കതൊക്കെ പറയാം. നീയൊക്കെ ദിവസവും കഴിക്കുന്ന ഇതല്ലേ? എനിക്ക് എവിടുന്ന് കിട്ടാനാ? വീട്ടിൽ എല്ലാ ദിവസവും പുല്ലും വയ്ക്കോലുവാ. ചിലപ്പോ ഞാൻ വിചാരിക്കും വല്ല ക്രിസ്ത്യാനിയുമായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. എന്തിനാടാ? ഞായറാഴ്ചയെങ്കിലും ഇറച്ചി മീനും കഴിക്കാമല്ലോ. മതി മതി, വേഗം തീർക്ക് പോവാം. അത് കൈ കഴുകാനുള്ള ഫിംഗർ ബൗളാ. മണ്ടന്മാര്. ഈ നാരങ്ങ ഇതിനകത്ത് പിഴിഞ്ഞു വെച്ച് കുറച്ച് പഞ്ചാരയും കൂടെ ഇട്ടിരുന്നെങ്കിൽ നാരങ്ങ വെള്ളമായിട്ട് വിറ്റുകൂടായിരുന്നോ? എന്നാ കുടിക്ക്. എന്താ
കള്ളനോട്ടാണോ? സംശയം ഉണ്ടെങ്കിൽ വേറെ നോട്ട് തരാം. എന്തെങ്കിലും ഒരുപാട് അതിപ്പോ ഈ കുറെ കള്ളനോട്ട് ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് ബാക്കിയുള്ളവന് നല്ല നോട്ടും കൊണ്ട് നടക്കാൻ വയ്യ. അല്ല സാറേ, കള്ളനോട്ടാണെന്ന് എന്തെങ്കിലും സംശയം തോന്നിയാ ഉടനെ പോലീസിൽ അറിയിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഓഹോ, അതെ, അത് ഒരു യഥാർത്ഥ ഇന്ത്യൻ പൗരന്റെ ചുമതലയാണ്. ഈ ബാക്കി 50 ദിവസം കൈവച്ചോ, മുതലാളി അറിയില്ല. നമുക്കൊരു ടാക്സി വിളിച്ചിട്ട് വേണം പോവാൻ. ചാക്കിട്ട് കാണുമ്പോ ടാക്സിക്കാരന് സംശയം വല്ലതും തോന്നുന്നു. രാത്രി ഇതൊക്കെ അറിയാൻ പോവല്ലേ, നീ വാ തുറക്കാതിരുന്നാ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ചോദിച്ചാ ചാക്കിനകത്ത് ചക്കപ്പഴോ വല്ലോ ആണെന്ന് പറയാല്ലേ? ചക്കപ്പഴോ തേങ്ങാക്കൊല്ലേ എന്തെങ്കിലും പറയാം, വാ. നിർത്ത്. ജീപ്പിലൊക്കെ വന്ന് ആൾക്കാർ സിനിമ കാണാൻ തുടങ്ങി അവിടെ. ഒരു മിനിറ്റ്, ഞങ്ങളിപ്പോ വരാം. നമ്മുടെ ഫിലിം പെട്ടി അവര് വരുന്നു. പിടിയവരെ. എന്റെ സ്കൂട്ടർ എടുത്തോട്ട് പോയിട്ട് 2 ദിവസത്തിന് തിരികെ വരാൻ പറഞ്ഞിട്ട് ഇപ്പൊ 3 ദിവസം കാതറേ. ഞാൻ കാതറൊന്നുമല്ല. കാതറെങ്കിൽ പിന്നെ ശോശാമ എന്തിനു കമലെടുത്തു? എന്റെ പെങ്ങൾ ശോശാമ പറഞ്ഞു. എന്റെ കാല് പോയേ. അയ്യോ.